ഒടുവിൽ അമിത്ഷാ മാളത്തിന് പുറത്തിറങ്ങിയിരിക്കുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങി ആഴ്ചകൾ പിന്നിട്ടിട്ടും സഭയ്ക്കുള്ളിൽ കാല് കുത്താൻ ധൈര്യമില്ലാതെ സ്വന്തം മുറിയിൽ ഒളിച്ചിരുന്ന അമിത്ഷായ്ക്കൊടുവിൽ സഭയിൽ പേരിനെങ്കിലും വരാൻ നിർബന്ധിതമായിരിക്കുന്നു. ഇന്ന് ചർച്ചകളൊന്നും നടക്കാതെ സഭ രാവിലെ തന്നെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് അമിത്ഷാ ഒന്ന് ദാ വന്നു ദേ പോയി എന്ന നിലയിൽ സഭയിലേക്ക് വന്നുപോയത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അമിത്ഷാ സഭയിൽ വരാതിരിക്കാനുള്ള പ്രധാന കാരണം എന്തെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സമാധാനപരമായി സമരം ചെയ്ത പാവം വിദ്യാർത്ഥികളെ വെടിയുണ്ടയും ആണിയടിച്ച ലാത്തികളും കണ്ണീർ വാതകവും ഉപയോഗിച്ച് അതിനെ അതിക്രൂരമായി പോലീസ് വേട്ടയാടിയപ്പോൾ ആ പോലീസ് എന്തിന് അവരെ അങ്ങനെ വേട്ടയാടിയെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരമില്ല എന്നതുകൊണ്ടാണ്. ഡൽഹിയെ വിറപ്പിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുട്ട് അക്ഷരാർത്ഥത്തിൽ വിറച്ചതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഇത്രയും ദിവസവും സഭയിലേക്ക് വരാതെ ഒളിച്ചിരുന്നത്? സത്യത്തിൽ ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു അത്യുജ്വല വിജയം കൂടിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ കയറാൻ ഭയന്ന അമിത്ഷാ ഒടുവിൽ ഇന്നലെ ഒരു മുഖം രക്ഷിക്കൽ വാർത്താ സമ്മേളനം കൂടി നടത്തിയിരുന്നു കേട്ടോ. ഞാൻ ദിവസവും പാർലമെന്റിൽ വരുന്നുണ്ട്, സ്വന്തം മുറിയിലിരിക്കുന്നുണ്ട്, പ്രതിപക്ഷം സഭ നടത്താൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അകത്തു കയറാതിരുന്നത് എന്നാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്പീക്കർക്ക് കത്തെഴുതിയ അമിത്ഷാ പക്ഷേ പോലീസിന്റെ അതിക്രൂരമായ നടപടിയെക്കുറിച്ച് ഒരക്ഷരം ആ കത്തിൽ മിണ്ടിയിട്ടില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒളിച്ചുകളിയെ രാഹുൽ ഗാന്ധി കൃത്യമായി പൊളിച്ചെടുക്കുന്നുമുണ്ട് കേട്ടോ. 30 കാറുകളുടെ അകമ്പടിയോടെയും 1000 പോലീസുകാരുടെ സംരക്ഷണത്തോടെയും നടക്കുന്ന അമിത്ഷായ്ക്ക് സഭയിലേക്ക് വരാൻ പേടിയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അമിത് ഷാ ഹാസ് നോ കറേജ്. ദി ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ has no courage. He cannot come to the house. അമിത്ഷായുടെ ഗ്യാസ് തീർന്നു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളോ സാങ്കല്പിക കഥകളോ കേൾക്കാൻ രാജ്യത്തെ യുവാക്കൾക്കൊരു താല്പര്യവുമില്ല. ഒറ്റ കാര്യമേ ഞങ്ങൾക്കറിയേണ്ടതുള്ളൂ, ഞങ്ങളുടെ കുട്ടികൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ആരാണ്? അണിയടിച്ച ലാത്തി കൊണ്ടടിക്കാൻ ആരു പറഞ്ഞു? ഉത്തരവിട്ടത് അമിത്ഷാ ആണെങ്കിൽ ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കണം. ഇനി ഉത്തരവിട്ടിട്ടില്ലെങ്കിൽ സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ രാജിവെക്കേണ്ടതുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ തുറന്നടിച്ചത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുറത്തുനിന്ന് വീമ്പ് പറഞ്ഞ അമിത്ഷാ പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് 2-ന് സഭ വീണ്ടും ചേർന്നപ്പോൾ സഭയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. FCRA ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ട പട്ടികയിൽ അമിത്ഷായുടെ പേര് ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പകരം സഹമന്ത്രിയാണ് ബില്ല് സഭയിൽ വെച്ചത്. അമിത്ഷായ്ക്ക് മുന്നിൽ മിണ്ടാതിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും രാഹുൽ ഗാന്ധി ഇന്നലെ വിമർശിച്ചിരുന്നു. 24 മണിക്കൂറും പ്രതിപക്ഷത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങൾ അമിത്ഷായ്ക്ക് മുന്നിൽ എലികളെ പോലെ പേടിച്ചു നിൽക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായ കുറ്റപ്പെടുത്തൽ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പാർലമെന്റിൽ നടക്കുന്നത്. അതേസമയം മറുഭാഗത്ത് തെരുവിൽ പോരാട്ടം അതിശക്തമായി തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് CJP. ജന്തർ മന്ദർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം മുതൽ വിദ്യാഭ്യാസ വിഷയങ്ങൾ മുൻനിർത്തി രാജ്യമൊട്ടാകെ ലിസൺ ടൂർ സംഘടിപ്പിക്കാനാണ് CJPയുടെ ഇപ്പോഴത്തെ തീരുമാനം. ഈ നീക്കത്തെ കേന്ദ്ര സർക്കാർ നന്നായി ഭയക്കുന്നുണ്ട് കേട്ടോ. അതിനു തെളിവാണ് CJPക്ക് യോഗം നടത്താൻ ഡൽഹിയിൽ ഹാളുകൾ നിഷേധിക്കപ്പെടുന്നത്. ഇതിനു പുറമെ CJP വക്താവ് സൗരവ്ദാസിന്റെ പുതുച്ചേരിയിലെ കുടുംബ വീട്ടിൽ പോലീസ് റെയ്ഡ് ഉണ്ടായിരുന്നു. ഇതും നമ്മോട് പറയുന്നത് ഭരണകൂടത്തിന്റെ ഭയത്തെ തന്നെയാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വീര്യമുള്ള പ്രതിഷേധത്തിന് മുന്നിൽ അധികാരം കൊണ്ട് തടയിടാനാണ് മോദി സർക്കാരും ഡൽഹി പോലീസും ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ജനകീയ പ്രക്ഷോഭങ്ങളെ വെടിയുണ്ടകൾ കൊണ്ടോ പോലീസ് അടിച്ചമർത്തൽ കൊണ്ടോ തടയാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് തെരുവുകളിൽ വീണ്ടും വീണ്ടും പടരുന്ന ഈ പ്രതിഷേധാഗ്നികൾ.